പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധപ്രതിസന്ധികൾ അതീവ ഗൌരവതരമായി തുടരുന്നതിനിടയിൽ ആഗോള ശക്തികൾക്ക് നേരെ കടുത്ത വെല്ലുവിളിയുമായി ഇറാൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ കൈവശമുള്ള അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ പരസ്യമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചാണ് രാജ്യം തങ്ങളുടെ കടുത്ത പ്രതിരോധ ശക്തി തെളിയിക്കുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും തങ്ങൾ ഒട്ടും ഭയപ്പെടുന്നില്ല എന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രധാന പൊതുവേദികളിലും ചത്വരങ്ങളിലും അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഈ വൻകിട ആയുധ പ്രദർശനം സൈന്യം സംഘടിപ്പിച്ചിരിക്കുന്നത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഈ പ്രദർശനത്തിൽ പ്രധാന ആകർഷകമായി മാറിയിട്ടുണ്ട്. രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പുതിയ സൈനിക കരുത്ത് നേരിട്ട് കാണാനായി ദിവസവും എത്തിച്ചേരുന്നത്. അമേരിക്കൻ ഭരണകൂടം ഇറാനുമേൽ കടുത്ത സാമ്പത്തിക പ്രതിരോധ നയങ്ങളും ഉപരോധങ്ങളും ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കമെന്നത് അതീവ ശ്രദ്ധേയമാണ്. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനും ശത്രുക്കളുടെ കടുത്ത ആക്രമണ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനും സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ സൈനിക മേധാവികൾ വ്യക്തമാക്കി. രാജ്യത്തെ ജനങ്ങളിൽ കടുത്ത രാജ്യസ്നേഹവും ആത്മവിശ്വാസവും വളർത്താൻ ഇത്തരം പരസ്യ പ്രദർശനങ്ങൾ സഹായിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയിൽ ഇസ്രയേലുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക തർക്കങ്ങൾക്കിടയിൽ ഇത്തരം ആയുധ പ്രദർശനങ്ങൾ നടക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗത സുരക്ഷയും ഇന്ധന വിതരണ ശൃംഖലകളെയും ഇത് കടുത്ത രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ ഈ പുതിയ പരസ്യ വെല്ലുവിളിയെ അതീവ ജാഗ്രതയോടെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ വീക്ഷിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെയും നിഴൽ കപ്പലുകൾക്കെതിരെയും കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഈ പുതിയ ആയുധ പ്രദർശനം നയതന്ത്ര തലത്തിൽ വലിയൊരു പോരാട്ടത്തിന് വഴിതുറക്കും. തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അതിർത്തി മേഖലകളിൽ കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ഇറാൻ കടുത്ത തീരുമാനമെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ മേഖലയിലെ പുതിയ രാഷ്ട്രീയ ലേഔട്ടുകൾ ആഗോള വിപണിയിൽ വലിയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ആഗോള ശക്തികളുടെ പുതിയ സഖ്യരൂപീകരണങ്ങളും സൈനിക നീക്കങ്ങളും വരും മാസങ്ങളിൽ അന്താരാഷ്ട്ര വാണിജ്യ രംഗത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കനത്ത പ്രതിസന്ധികളെ കൃത്യമായ ആസൂത്രണത്തിലൂടെ നേരിടാൻ ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. വിപണിയിലെയും നയതന്ത്ര രംഗത്തെയും പുതിയ ചലനങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് ആഗോള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ നിലവിലെ യുദ്ധസാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നയതന്ത്രപരമായ എല്ലാ ചർച്ചകൾക്കും ഇറാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. എന്നാൽ ഭീഷണികളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ കീഴടക്കാമെന്ന് അമേരിക്ക കരുതുന്നുണ്ടെങ്കിൽ അത് വെറും മോഹം മാത്രമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അൽ ജസീറയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ മുന്നോട്ട് വെച്ച 14 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രംപ് ഭരണകൂടവുമായി സന്ദേശങ്ങൾ കൈമാറുന്നത് തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കി. എന്നാൽ ഇറാനിയൻ കപ്പലുകൾക്കെതിരെ അമേരിക്ക നടത്തുന്ന കടൽക്കൊള്ള അവസാനിപ്പിക്കണമെന്നും ബഗായി ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനുമായുള്ള ചർച്ചകൾ അതിന്റെ അവസാന അതിരിലാണെന്നും 100% തൃപ്തികരമായ മറുപടി നൽകാൻ ടെഹ്റാൻ പരാജയപ്പെട്ടാൽ അതിവേഗം നടപടികളിലേക്ക് നീങ്ങാൻ അമേരിക്ക സജ്ജമാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കാര്യങ്ങൾ ഇപ്പോൾ അതിർവരമ്പിലാണ്. ശരിയായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മാറിമറിയും. ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ്. നമുക്ക് കൃത്യമായ മറുപടികൾ ലഭിക്കേണ്ടതുണ്ട് എന്നും അത് 100% ശരിയായ മറുപടിയാണെങ്കിൽ വലിയ തോതിൽ സമയവും ഊർജവും മനുഷ്യജീവനുകളും ലഭിക്കാൻ സഹായിക്കുമെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാൻ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താൻ പറയുന്നത് എന്തും അനുസരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. നെതന്യാഹുവിനെ പ്രശംസിച്ച ട്രംപ് അദ്ദേഹം മികച്ചൊരു വ്യക്തിയാണെന്നും എന്നാൽ ഇസ്രായേലിൽ അദ്ദേഹത്തോട് നല്ല രീതിയിലല്ല പെരുമാറുന്നതെന്നും അഭിപ്രായപ്പെട്ടു. സമാധാന കരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ട്രംപ് ശരിയായ മറുപടിക്കായി ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കാൻ വാഷിംഗ്ടൺ തയ്യാറാണെന്നും സൂചന നൽകി. ഇറാനുമായി ഒരു കരാറിലെത്താൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അമേരിക്ക ഇതിനകം തന്നെ ഇറാന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം നേടിക്കഴിഞ്ഞു എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയാൽ യുദ്ധം ഈ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ വീണ്ടും വ്യോമാക്രമണമോ മറ്റ് നടപടികളോ തുടരുകയാണെങ്കിൽ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.